എൻ.എം. വിജയന്റെ ആത്മഹത്യ, നേതാക്കൾ ഒളിവിൽ, ഫോണുകൾ സ്വിച്ച് ഓഫ്. വയനാട് ഡി.സി.സി ട്രഷറർ എൻ.എം. വിജയന്റെ ആത്മഹത്യയിൽ പ്രതി ചേർത്തതോടെ കോൺഗ്രസ് നേതാക്കൾ ഒളിവിലെന്ന് സൂചന. ഇന്നലെ ഉച്ച മുതൽ നേതാക്കളുടെ ഫോണുകൾ സ്വിച്ച് ഓഫ്. പ്രതി ചേർത്തതിന് പിന്നാലെ സുൽത്താൻ ബത്തേരി എം.എൽ.എ. ഐ.സി. ബാലകൃഷ്ണൻ, വയനാട് ഡി.സി.സി അധ്യക്ഷൻ എൻ.ഡി. അപ്പച്ചൻ, കെ.കെ. ഗോപിനാഥൻ എന്നിവരുടെ ഫോണുകളാണ് സ്വിച്ച് ഓഫ് ആയത്. ഐ.സി. ബാലകൃഷ്ണൻ കർണാടകയിലും കെ.കെ. ഗോപിനാഥ് തമിഴ്നാട്ടിലുമാണെന്നാണ് സൂചന. അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമം നടക്കുന്നതായും വിവരമുണ്ട്. ഐ.സി. ബാലകൃഷ്ണൻ, വയനാട് ഡി.സി.സി അധ്യക്ഷൻ എൻ.ഡി. അപ്പച്ചൻ, കെ.കെ. ഗോപിനാഥൻ എന്നിവരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയാണ് പ്രതി ചേർത്തത്. എൻ.എം. വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ 4 നേതാക്കളുടെ പേരാണ് പറയുന്നത്. ഇതിൽ ഒരാൾ മരിച്ചിരുന്നു. ബാക്കി 3 പേർക്കെതിരെയാണ് പോലീസ് പ്രതി ചേർത്തത്. എൻ.എം. വിജയന്റെയും മകന്റെയും മരണത്തിൽ ഐ.സി. ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കുടുംബം ഗുരുതര ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. വിജയന്റെ സാമ്പത്തിക ബാധ്യതയ്ക്ക് പാർട്ടി തന്നെയാണ് ഉത്തരവാദിയെന്ന് മകൻ വിജേഷ് ആരോപിച്ചിരുന്നു. ആരോപണം തെളിഞ്ഞാൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു. ഐ.സി. ബാലകൃഷ്ണനെതിരെ സി.പി.എം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോവുകയാണ്. എം.എൽ.എ. എത്രയും പെട്ടെന്ന് രാജിവെക്കണമെന്നാണ് ആവശ്യം. മരണത്തിന്റെ ഉത്തരവാദികൾ കോൺഗ്രസ് നേതാക്കളാണ്. എൻ.ഡി. അപ്പച്ചനെ ഡി.സി.സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ നേതൃത്വം നടപടിയെടുക്കണമെന്നും സി.പി.എം ജില്ലാ സെക്രട്ടറി കെ. റഫീഖ് പറഞ്ഞു.